ഈ കാലയളവിൽ പലപ്പോഴും സമയം ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് കുട്ടികളോട് മൊബൈൽ എടുക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ മൊബൈൽ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കിട്ടിയ അവസരം കുട്ടികൾ പരമാവധി ഉപയോഗപ്പെടുത്തും. ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈനിൽ ഇരുന്ന് കേൾക്കുന്ന കുട്ടികളായിരുന്നു അധികവും. അങ്ങനെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കമില്ല, കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചു വരവില്ല. അതുപോലെ നഷ്ടം സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രായപൂർത്തിയുടെ 7 ഇരട്ടി ജീവിക്കണം എന്നാണ്, പ്രവർത്തിക്കണം എന്നാണ്. 15 × 5 15 × 7 മോനെ എത്ര? 15 × 7 7 15 105. നമ്മുടെ ശരീരത്തിലെ ഒരൊറ്റ അവയവങ്ങളും ഒരു പണിമുടക്കും കൂടാതെ പ്രായപൂർത്തിയുടെ 7 ഇരട്ടി ജീവിക്കണം എന്നാണ് ഫിസിയോളജി പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ കഴിയേണ്ട അവയവം കിഡ്നിയാണ്. പ്രായപൂർത്തിയുടെ 20 ഇരട്ടി പ്രവർത്തിക്കാനുള്ള സംവിധാനമാണ് കിഡ്നിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അത് കമ്മീഷൻ ചെയ്യുന്നത് ജനിക്കുന്നതോടുകൂടെയാണ്. ജനനത്തിന്റെ മുമ്പ് ഈ കിഡ്നി പ്രവർത്തിച്ചിരുന്നില്ല, ബാക്കിയൊക്കെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജനിച്ച ഉടനെ കുഞ്ഞ് കരയുമ്പോഴാണ് ഇതിന്റെ പ്രവർത്തനം. ഇപ്പൊ ഇഖാമത്ത് കൊടുക്കാൻ സമയമായോ എന്നുള്ളത് ചില പള്ളിയിലെ ഡിജിറ്റൽ ക്ലോക്ക് കീ എന്ന് പറയുമ്പോഴാണല്ലോ തിരിയാല്. ഇതുപോലെ കുട്ടികൾ കരയുമ്പോഴാണ് ഈ കിഡ്നി കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. ആദ്യമായി എന്തൊക്കെയാ ആദ്യമായി ഓപ്പൺ ചെയ്യപ്പെടുന്നത് കേൾവിയാണ്, പിന്നീട് കാഴ്ചയാണ്, പിന്നീട് ചിന്തയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഖുർആൻ ആദ്യം പറഞ്ഞത് കേൾവിയെയാണ്, 2 കാഴ്ചയെയാണ്, 3 ചിന്തയെയാണ്. കണ്ടുപിടുത്തവും ആദ്യം ഓഡിയോ, പിന്നെ വീഡിയോ, പിന്നെ കാർഡിയോ. എല്ലാം അതിൻ്റെതായ തർത്തീബിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കേണ്ട ശരീരം ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നിലനിൽക്കാൻ അവസരം നൽകിയ കിഡ്നി, ആ അവയവം ഇന്ന് നേരത്തെ ഫെയിലാവുകയാണ്. നിങ്ങൾ നോക്ക്, ഇന്നലെ ഉച്ചാരക്കടവുള്ളൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു. 41 വയസ്സുള്ള കൂട്ടുകാരൻ്റെ കിഡ്നി പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു ആ കൂട്ടുകാരന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഭൗതിക ലോകത്തെ പരീക്ഷണങ്ങൾ പലതാണ്. മിഹനുസ്സമാനി കസീറത്തുൽ ലാ തൻഖളി വസുറൂറുഹു യഅതീക കൽ അയാദി. ഭൗതിക ലോകത്തെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. സന്തോഷിക്കാനുള്ള വക അല്പം മാത്രമേ കാണൂ.
ആ പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ്. റബ്ബ് കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമഗ്രമായി വിഷയ സംബന്ധിയായി അപഗ്രഥനത്തിന് ബഹുമാനപ്പെട്ട കൂട്ടുകാരൻ ഡോക്ടർ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ദർശനം ഈ വിഷയത്തിൽ വളരെ സുതാര്യമാണ്. അൽ മിൻഹ ഫി സിയാസത്തി സിഹ, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന വലിയൊരു കിതാബ് തന്നെ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. അതിൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട അനിവാര്യത അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായി നമുക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടത് കുനൂ കന്നഹില, തേനീച്ചയുടെ സംസ്കാരമാണ്. വിശുദ്ധ ഖുർആൻ വഔഹൈനാ ഇലൻ നഹൽ, തേനീച്ചയെ കൊള്ള നാം വഹി അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തേനീച്ചയുടെ പ്രത്യേകത ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. കുനൂക്കൻ നഹില, തേനീച്ചയെ പോലെയാവുക. തേനീച്ചയ്ക്ക് 10 സ്വഭാവമുണ്ട്. 9 സ്വഭാവവും നല്ലതാണ്. ഒരു സംസ്കാരം ബാഡ് സംസ്കാരമാണ്. ഒന്നാമതായി അതിന് വേണ്ടത്, അതിന്റെ പ്രത്യേകത അൽ മുഹാഫള, നിഷ്ഠയാണ്, ചിട്ടയാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ഏതൊരു വ്യക്തിക്കും 5 നിഷ്ഠകൾ അനിവാര്യമാണ്. 5 ചിട്ടകൾ നിർബന്ധമാണ്. ആവാസനിഷ്ഠ, ആഹാരനിഷ്ഠ, ആചാരനിഷ്ഠ. ഒന്നാമതായി വേണ്ടത് ആഹാരനിഷ്ഠയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള നിയന്ത്രണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുലു, ഭക്ഷിച്ചോളൂ, വഷ്റബു, കുടിച്ചോളൂ, വലാ തുസ്രിഫു, ഓവറാക്കരുത്. ഓവറാക്കരുത് എന്ന് പറയാനാണ് കുലു വഷ്റബു പറഞ്ഞത്. മങ്കട കടന്ന മണ്ണ ഒരു ഹോട്ടലിന്റെ പേര് ഹോട്ടൽ കുലു വഷ്റബു എന്നാണ്. കാരണം അവിടെ 2 പ്രാവശ്യം ചോറ് കിട്ടും എന്നാണ്. പനങ്ങാങ്ങര ഒരു ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അൺലിമിറ്റഡ് റൈസ്. പീസ് ഒന്നേ ഉണ്ടാവുള്ളൂ, റൈസ് അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ റെഡി ആയാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1/3 ഭക്ഷണം, 1/3 വെള്ളം, ബാക്കി ഒഴിഞ്ഞു കിടക്കട്ടെ. ഭക്ഷണം ഓവറായി നമ്മുടെ 1/3 തന്നെ ഒരു ആനയുടെ ഹാഫായി മാറിയിട്ടുണ്ട്. 2 പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ മിനിമം 4 മണിക്കൂർ വേണമെന്നാണ്. ഒരു നേരം ആഹരിക്കുന്നവൻ യോഗി, 2 നേരം ആഹരിക്കുന്നവൻ ഭോഗി, 3 നേരം ആഹരിക്കുന്നവൻ രോഗി, 4 നേരം ആഹരിക്കുന്നവൻ മഹാരോഗി. നമുക്ക് സ്ഥാനത്തിനുള്ള പേരില്ലാത്തത് കൊണ്ട് ഇനി അപ്പുറമല്ല. കാരണം കരാറെടുത്തു പോവല. രാവിലെ എണീറ്റ ഉടനെ ചായ വേണം. ലാ യജൂസുൽ ചായ ഇല്ലാ മഅൽ കടി, ഒരു ഓംലേറ്റോ എന്തെങ്കിലും. പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൽ മുട്ട ഉൾപ്പെടുത്തരുത് എന്നാണ് ഇബ്നു സീനയെ പോലെയുള്ള പഴയകാല പണ്ഡിതന്മാർ പറയുന്നത്. 9 മണിക്ക് നാസ്തയിൽ അനാസ്ത പാടില്ല എന്ന അലിഖിത നിയമമുള്ളത് കൊണ്ട് അവിടെയും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. ദുഹ നിസ്കാരം പോയാലും കുഴപ്പമില്ല, നാസ്ത അനാസ്തയാവരുത്. ഉച്ചക്ക് ചില ആളുകൾക്ക് കല്യാണം, സൽക്കാരം, അങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. അതങ്ങനെ കഴിക്കും, നാരങ്ങ സോഡ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെ ഒരു റാഹത്ത്. റമദാൻ മാസത്തിലൊക്കെ കണ്ടില്ല നിങ്ങൾ, ആദ്യം നോമ്പ് തുറന്ന ഉടനെ വത്തക്ക, സമൂസ, അങ്ങനെ പല എണ്ണക്കടികളൊക്കെ കഴിച്ച് മഗ്‌രിബ് നിസ്കാരം ഇടയിലുണ്ടാവും. റുക്കോയിലേക്ക് പോകുമ്പോൾ വത്തക്കയുടെ ഗുരുവൊക്കെ മൂക്കിലൂടെ വരുന്നൊരു പ്രതിഭാസം. എന്തെല്ലാം സംഭവങ്ങളാണ് കാണാറുള്ളത്. 2 പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ 4 മണിക്കൂർ മിനിമം വേണം. അൽ മിൻഹ ഫി സിയാസത്തി സിഹ,
ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കിതാബുകളിലുള്ള വിഷയം പറയുന്നത്. അതുപോലെ എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാതൃക വളരെ കൃത്യമാണ്. ദഹനത്തിൽ ഈക്വാലിറ്റി ഉള്ളതേ കഴിക്കാവൂ എന്നതാണ്. ഒരേ സമയവും മത്സ്യവും മാംസവും ഒരുമിച്ച് കഴിക്കൽ ശറഇൽ അനുവദനീയമാണെങ്കിൽ തന്നെ ആരോഗ്യരംഗത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ രണ്ടും ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമുകൾ. മത്സ്യവും മാംസവും ഒരുമിച്ച്, പാലും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാങ്ങയും പാലും ഒരുമിച്ച് ജ്യൂസടിച്ച് കഴിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഭിന്ന ആഹാരങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായൊരു വസ്തുതയാണ്. അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചോറ് കുടിക്കുക, വെള്ളം തിന്നുക, അഥവാ ചവച്ചരച്ചൊരു 24 പ്രാവശ്യമെങ്കിലും ചവയ്ക്കണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വിരൽ കൊണ്ടായിരുന്നു കഴിച്ചിരുന്നത്, അല്പം മാത്രം. ആ സുന്നത്ത് നിന്ന് പലപ്പോഴും കാണാറുള്ളത് ഇംഗ്ലീഷുകാരെ മാത്രമാണ്. ഈ ജോർഡാൻ, ഫലസ്തീൻ സിയാറത്ത് ടൂറൊക്കെ പോയാൽ 400ഉം 500ഉം തരത്തിലുള്ള വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ എടുത്ത് കോരിയിടുമ്പോൾ നമ്മൾ കുറേ ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. കാരണം ഇതെടുത്ത് കഴിയുമ്പോഴേക്ക് പ്ലേറ്റ് നിറയുമല്ലോ, ബാക്കിയുള്ളത് എന്ത് ചെയ്യും എന്ന നിലക്ക്. കാരണം അത് വേണം, അപ്പോഴത് കാണാം, ഇത് വേണം, അപ്പോൾ അത് ഒഴിവാക്കി, അങ്ങനെ വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്പം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാറുള്ളൂ. 1/3 ഭക്ഷണം, 1/3 വെള്ളം, ബാക്കി ഒഴിവ്. അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി തങ്ങൾ രാവിലെ കഴിക്കാറുള്ളത് കക്കരിക്കയും ഈത്തപ്പഴവുമാണ്. കക്കരിക്ക നല്ലൊരു സംഭവമാണ്. കക്കരിക്ക ജ്യൂസ് അടിച്ച് കഴിക്കുന്നത്, ഈത്തപ്പഴവും കക്കരിക്കയും ജ്യൂസ് അടിച്ച് 1 സ്പൂൺ ആപ്പിൾ വിനാഗർ ചേർത്ത് കഴിക്കുന്നത് വയറ് ശുദ്ധിയാവാൻ വളരെ നല്ല കാര്യമാണ്. അൽഫിയത്തു തിബ്ബ് എന്ന് പറഞ്ഞ് ചികിത്സയുടെ ഒരു അൽഫിയുണ്ട്, നഹവിന്റെ അൽഫിയ പോലെ 2000 ബൈത്തുകളാണ്. ആ അൽഫിയത്തു തിബ്ബിൽ ഇപ്പോൾ അത് ദർസ് നടത്തുന്നുണ്ട് ചില ഉസ്താദുമാർക്ക്. അതിൽ വളരെ കൃത്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആഹാരശുദ്ധിയിൽ എങ്ങനെ കഴിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് 2 കൈയും വായയും മുഖവും കഴുകൽ സുന്നത്തുണ്ട്. ആദാബുൽ മുആക്കല, ആദാബുൽ അക്കിൽ, ഭക്ഷ്യ ഭോജന മര്യാദകൾ വിശദീകരിക്കുന്ന കിതാബ് ഹിജറ 7-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനായ അഹ്മദുൽ അഫ്ഖഹി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് 2 കൈയും കഴുകണം, മുഖവും കഴുകണം, വായിൽ വെള്ളം കുപ്പിളിക്കണം എന്നാണ്. കാരണം മുഖം കഴുകി ആഹാരം കഴിക്കുന്നത് ദഹനത്തെ എളുപ്പമാക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇതൊരു കയ്യിൽ വലിയൊരു മൊബൈൽ ഉണ്ടാകും, അത് പിന്നിൽ വെക്കും, എന്നിട്ട് ഇത് ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് കഴുകൽ മുഖം നടക്കും. ചില ആളുകൾ ഞാൻ ലോഹറിസ്കരിക്കുമ്പോൾ ഉളുടുക്കുമ്പോൾ മുൻകൈ കഴുകിയിരുന്നു, ആ സുന്നത്ത് ഈ സുന്നത്തുമാണ്, രണ്ടും കൂടെയാണ് ആഡ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഇൻക്ലൂഡിങ് പരിപാടിൻ്റെ ആളുകളുണ്ട്. ആ സുന്നത്ത് വേറെയാണ്, ഈ സുന്നത്ത് വേറെയാണ്. ചെരുപ്പൂരി വെക്കുക എന്നുള്ളത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെരുപ്പ് ഒഴിവാക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്.